ഇന്ത്യയിലെ സർക്കാർ സേവന മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ സാമ്പത്തിക സുരക്ഷിതത്വവും ജീവിത നിലവാരവും നിർണ്ണയിക്കുന്നതിൽ ശമ്പള കമ്മീഷനുകൾക്ക് നിർണായക പങ്കുണ്ട്. സാധാരണയായി 10 വർഷത്തിൽ ഒരിക്കലാണ് കേന്ദ്ര സർക്കാർ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാറുള്ളത്. 2016 നടപ്പിലാക്കിയ 7ാം ശമ്പള കമ്മീഷന് ശേഷം 2026 ജനുവരി മുതൽ 8ാം ശമ്പള കമ്മീഷൻ പ്രാബല്യത്തിൽ വരുമെന്ന പ്രതീക്ഷയിലാണ് ജീവനക്കാർ. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പള ഘടനയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ 8ാം ശമ്പള കമ്മീഷന് സാധിക്കുമെന്ന് കരുതപ്പെടുന്നു. നിലവിലെ പണപ്പെരുപ്പവും ജീവിത ചെലവും കണക്കിലെടുത്ത് അടിസ്ഥാന ശമ്പളത്തിൽ ഗണ്യമായ വർധനവ് വേണമെന്ന ആവശ്യം വിവിധ ജീവനക്കാരുടെ സംഘടനകൾ ഉന്നയിച്ചിട്ടുണ്ട്. പ്രതീക്ഷിക്കുന്ന മാറ്റങ്ങൾ എന്നത് 7ാം ശമ്പള കമ്മീഷനിൽ 2.57 ആയിരുന്നു ഫിറ്റ്മെന്റ് ഫാക്ടർ എങ്കിൽ 8ാം കമ്മീഷനിൽ ഇത് 3.68 വരെ ഉയർത്തണമെന്ന ആവശ്യമുണ്ട്. ഇത് നടപ്പിലായാൽ ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന ശമ്പളം 18,000 രൂപയിൽ നിന്നും 26,000 രൂപയോളമായി വർദ്ധിച്ചേക്കാം. ശമ്പളത്തിനൊപ്പം തന്നെ പെൻഷൻ തുകയിലും വലിയ വർധനവ് പ്രതീക്ഷിക്കുന്നു. ഇത് വിരമിച്ച ജീവനക്കാരുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കും. കേന്ദ്ര സർക്കാർ ഇതുവരെ ഔദ്യോഗിക സമയപരിധി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും 2024-25 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിനു ശേഷം ഇതിനുള്ള പ്രക്രിയകൾ വേഗത്തിലാക്കുമെന്നാണ് സൂചന.